കൺമണിക്കിളി പൊന്നിളം കിളി രാരിരാരിരോ രാരിരാരിരോ കൺമണിക്കിളി പൊന്നിളം കിളി താഴമ്പൂക്കൾ പൂത്ത ചേലു പാട്ടുകേട്ടു കുഞ്ഞു തൊട്ടിലിൽ കൺമണിക്കിളി എന്റെ കൂട്ടിലേ പൊന്നിളം കിളി നീ ഉറങ്ങിയോ നീലവാനിലെ നിലാവിൻ തോപ്പിലെ മണിക്കതിർക്കിനാവു കണ്ടുവോ പൊയ്ക്കോ. ഇവിടുത്തെ നീക്കം എന്താന്ന് ഞാൻ സൗകര്യം പോലെ വിളിച്ചു പറയാം. പിന്നെ ഇടപാട് തീർക്കാതെ ഇതിനെ കൈമാറരുത്. ശരിയാക്കാം. അയ്യോ ജ്യോതി കുഞ്ഞെ, കുഞ്ഞിനെ കാണുന്നില്ല കേട്ടോ. അയ്യോ എനിക്ക് വയ്യ, എന്റെ ദൈവമേ, ഈ കുഞ്ഞ് എവിടെ പോയോ എന്തോ, എനിക്ക് വയ്യ. ജ്യോതി കുഞ്ഞെ ഒന്ന് പെട്ടെന്ന് വാ, കുഞ്ഞിനെ കാണുന്നില്ല. അയ്യോ എന്റെ ദൈവമേ, സാറിപ്പോ വന്നില്ലായിരുന്നെങ്കിൽ ആ കാലം വരെ ഈ കുഞ്ഞിനെ കൊണ്ടുപോയേനെ. കുഞ്ഞിന് വല്ലതും പറ്റിയോ സാറേ? എന്താ ഉണ്ടായത്? ആരാ അവന്മാര്? എനിക്കറിയില്ല സാറേ. മോനെ എന്റെ കൈ തന്നിട്ട് ജ്യോതി കുഞ്ഞ് കുളിക്കാൻ കയറി. ഇറങ്ങുമ്പോഴേക്കും പാലൊഴിച്ചു വെക്കാലോ എന്ന് കരുതി ഞാൻ ദേ കുഞ്ഞിനെ ഹാളിലിരുത്തി അടുക്കളയിലോട്ടൊന്ന് കേറിയ നേരവേ ആയുള്ളൂ. ദൈവം പറയിപ്പിക്കും പോലെ ഹാളിൽ ആരോ വന്നെന്ന് എനിക്ക് തോന്നി. ഞാൻ ഓടി വന്ന് നോക്കുമ്പോ കുഞ്ഞവിടെ ഇല്ല. ദൈവമായിട്ടാ സാറിനെ ഇപ്പൊ ഇവിടെ കൊണ്ടുവരിച്ചത്. ഇല്ലായിരുന്നെങ്കിൽ ഈ കുഞ്ഞിനെ അവന്മാര്. എന്തു പറ്റി നന്ദേട്ടാ? ഒന്നുമില്ല. ഒന്നുമില്ലെങ്കിൽ പിന്നെ എന്താ ഇതൊക്കെ? നീ പേടിക്കാതെ. ദമയന്തി ചേച്ചി, എന്താ സംഭവിച്ച? സത്യം പറ. എന്റെ കുഞ്ഞെ, നമ്മുടെ കണ്ണനെ എവിടെ നിന്നോ വന്ന രണ്ടോമാര് തട്ടിക്കൊണ്ട് വാ നോക്കി. ഒന്നുമില്ല മോളെ, ഒന്നുമില്ല. സത്യാണോ നന്ദേട്ടാ ഇതൊക്കെ? മോനെ നീ പോ, ചെല്ല്, നീ പോ മോളെ.
സമാധാനപ്പെടുമോളെ. ഭഗവതിയുടെ നേരുകൊണ്ട് ഒന്നും സംഭവിച്ചില്ലല്ലോ. അല്ലായിരുന്നെങ്കിൽ ഞാൻ അങ്ങോട്ട് ഓടിച്ചെല്ലാനും നന്ദസാറിന് കൃത്യസമയത്ത് ഇവിടേക്ക് വരാനും തോന്നുമായിരുന്നോ? അതാ ഞാൻ പറഞ്ഞത്, എല്ലാത്തിനും ദേവിയുടെ തുണയുണ്ടെന്ന്. കുഞ്ഞു വിഷമിക്കാതെ, ഒന്നും സംഭവിച്ചില്ലല്ലോ. ജ്യോതി, താൻ ഇങ്ങനെ ഇമോഷണൽ ആവല്ലേ? ഇവിടെ ഒന്നും സംഭവിച്ചില്ലല്ലോ. എന്താ നന്ദേട്ട ഇതൊക്കെ? ആരാ അവരൊക്കെ? നമ്മൾ കണ്ടില്ലായിരുന്നെങ്കിൽ നമ്മുടെ മോന്റെ ഗതി എന്താവുമായിരുന്നു? പിന്നെ ജീവിച്ചിരുന്നിട്ട് കാര്യമുണ്ടോ? എനിക്ക് വല്ലാതെ പേടിയാവുന്നു നന്ദേട്ട. നമുക്കാരെങ്കിലും ശത്രുക്കളുണ്ടോ? ഏയ്, അതൊക്കെ നിന്റെ പേടി കൊണ്ട് തോന്നുന്ന. നമുക്കാരാ ശത്രുക്കള്? പിന്നെ എന്താ ഇതിന്റെയൊക്കെ അർത്ഥം? നമുക്ക് ഇപ്പൊ തന്നെ പോലീസിൽ കംപ്ലൈന്റ് കൊടുക്കണം. എന്താ നന്ദേട്ട? പക്ഷേ ആരാന്നും പറഞ്ഞാൽ നമ്മൾ കംപ്ലൈന്റ് കൊടുക്കുന്നത്? എന്നുവെച്ച് നമുക്ക് കംപ്ലൈന്റ് കൊടുക്കാൻ പാടില്ലേ? നന്ദേട്ട, ഇതത്ര നിസ്സാരമായിട്ട് തള്ളരുത്. മോന്റെ കാര്യ. നീ വിഷമിക്കാതെ, വഴിയുണ്ടാക്കാം നമുക്ക്. ഒന്നിറങ്ങി വരണം, എനിക്കല്പം സംസാരിക്കാനുണ്ട്. വഴി തടഞ്ഞു നിർത്തിയിട്ടാണ് സംസാരിക്കാൻ വിളിക്കുന്നത്? സമയവും സന്ദർഭവും നിശ്ചയിച്ച് സംസാരിക്കാനുള്ളൊരു വിഷയമല്ലത്. പ്ലീസ് ഇറങ്ങി വാ. എന്താ നിങ്ങളുടെ ഉദ്ദേശം? അന്ന് ഭീഷണി മുഴക്കി പിരിഞ്ഞപ്പോ ഇങ്ങനൊരു തേർഡ് റേറ്റ് പരിപാടി തന്റെ ബുദ്ധിയിൽ ഉദിക്കുമെന്ന് ഞാൻ കരുതിയില്ല. നിങ്ങളെന്താ മിസ്റ്റർ ആളെ പൊട്ടനാക്കുക? പറയാനുള്ളത് എന്താന്ന് വെച്ചാ മനസ്സിലാകുന്ന ഭാഷ പറയണം. പറയുകയല്ല, പ്രവർത്തിക്കാ വേണ്ടത്. അത് ചെയ്യാത്തത് എന്റെ മര്യാദ. കുട്ടിയെ തിരികെ കിട്ടില്ലെന്ന് വന്നാൽ റൗഡികളെ വിട്ട് കടത്തിക്കൊണ്ടുപോകാൻ ശ്രമിക്കുകയല്ല വേണ്ടത്. ആണുങ്ങളെപ്പോലെ നേർക്ക് നേർ വരണം. കടത്തിക്കൊണ്ടുപോകാൻ ശ്രമിക്കേ? നിങ്ങൾ എന്തൊക്കെയായി പറയുന്നത്? വേണ്ട, തന്റെ വേഷം കിട്ടുന്നു എന്നോട് വേണ്ട. താൻ തന്നെയാണ് ആ നാണം കെട്ട പണിക്ക് പിന്നിലെന്ന് വ്യക്തമായി എനിക്കറിയാം. ഇനി ഇത് ആവർത്തിച്ച കീഴ്മേൽ നോക്കില്ല ഞാൻ. അത് മനസ്സിലാക്കിയാൽ തനിക്ക് നല്ലത്. ഹലോ. ഹലോ, ദേവമംഗലം അല്ലേ? അതേലോ. ശ്യാമയുണ്ടോ? ആ ഉണ്ടല്ലോ. നിങ്ങൾ ആരാ സംസാരിക്കുന്നേ? ശ്യാമയ്ക്കൊന്ന് കൊടുക്കോ, ഒരു അത്യാവശ്യ കാര്യം പറയാനാ. ആ ഒരു മിനിറ്റ്. നിനക്കാ ഫോൺ. ഏതോ ഒരുത്തൻ അത്യാവശ്യമായിട്ട് എന്തോ പറയണോന്ന്. പുതിയ പദ്ധതി വല്ലതാണോ? ഹലോ, ശ്യാമയല്ലേ? അതെ. ഞാൻ നന്ദകുമാറാണ്. ശശിയേട്ടാ,
മോനെ കടത്തിക്കൊണ്ടുപോകാൻ ശ്രമിച്ചവരെ കുറിച്ച് ശശിയേട്ടൻ എന്ത് തോന്നുന്നു? എന്നോട് ചോദിച്ചാൽ ഞാനെന്ത് പറയാനാ? ചോദിക്കുന്നതുകൊണ്ട് മറ്റൊന്നും തോന്നരുത്. ശശിയേട്ടൻ ആ ശ്രമത്തിൽ എന്തെങ്കിലും പങ്കുണ്ടോ? ശ്യാമേ, നിനക്കും എന്നെ സംശയ? എനിക്കത് കേട്ടിടം മുതൽ പേടിയാവുക. മോൻ എന്തെങ്കിലും സംഭവിച്ച പിന്നെ ഒരു നിമിഷം ഞാൻ ജീവിച്ചിരിക്കില്ല. എനിക്കുണ്ട് വിഷമം, പക്ഷെ അതാരും മനസ്സിലാക്കുന്നില്ലല്ലോ. നിനക്ക് പോലും എന്നെയല്ലേ സംശയം? അവൻ എൻ്റേതാവണമെന്ന് ഇപ്പോഴും ആഗ്രഹമുണ്ട് എന്ന് കരുതി ആരും അറിയാതെ ഒരു ഒളിച്ചു കളിക്കാൻ തയ്യാറല്ല. അപ്പോ മറ്റാരോ കൂടി അവനെ കിട്ടാൻ ശ്രമിക്കുന്നുണ്ടല്ലേ? ഒരു കാര്യം ഞാൻ തുറന്നു പറയാം. എല്ലാവരും കൂടി ചേർന്ന് എന്നെ മനഃപൂർവ്വം വിട്ടിവേഷം കിട്ടിക്കാനുള്ള ശ്രമമാണെങ്കിൽ ശ്യാമി അതിന് കിട്ടില്ല. ഇപ്പൊ ആ കുഞ്ഞിന്റെ എല്ലാ അവകാശവും എനിക്ക് മാത്രം. പിന്നെ നന്ദകുമാരനും അയാളുടെ ഭാര്യയ്ക്കും. ശശിയേട്ടൻ പോലും ആ പട്ടികയിൽ പിന്നെ വരും. അവന്റെ ദേഹത്ത് ഒരു നുള്ളു മണ്ണ് വീണെന്നറിഞ്ഞാൽ അതിന്റെ പിന്നിൽ ആരായാലും ശരി, വിടില്ല ഞാൻ ആരെയും. കുടുംബിനി പരമ്പര ഇടവേളയ്ക്ക് ശേഷം തുടരും. കുടുംബിനി പരമ്പര തുടരുന്നു. നീയാണ് ഇതിന്റെ പിന്നിലെന്ന് നന്ദ സംശയിക്കുന്നെങ്കിൽ അയാളെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. ഇതുവരെയുള്ള നിന്റെ പെർഫോമൻസ് വെച്ച് നോക്കുമ്പോൾ സ്വാഭാവികമായും അയാൾ ആദ്യം പ്രതിസ്ഥാനത്ത് ചിന്തിക്കുന്നത് നിന്നെ തന്നെ ആയിരിക്കും. നോക്കണ്ട, നീ കുറച്ച് പക്വമായി ചിന്തിച്ചിരുന്നേ ഇങ്ങനെയൊന്നും സംഭവിക്കില്ലായിരുന്നു. ഇതിപ്പോൾ കാര്യങ്ങൾ കൈവിട്ട അവസ്ഥയിലേക്ക് എത്തിയില്ലേ? അയാൾ പറഞ്ഞത് നേരാണെങ്കിൽ ഈ സംഭവത്തിന് പിന്നിൽ ആരായിരിക്കും? അതെന്നെ ഞാനും ആലോചിക്കുന്നത്. ഒന്നുകിൽ അയാൾ എന്നെ കൊടുക്കാൻ വേണ്ടി ആസൂത്രണം ചെയ്ത നാടകം, അല്ലെങ്കിൽ ഞങ്ങൾക്ക് രണ്ടുപേർക്കിടയിൽ മറ്റാരോ മനഃപൂർവ്വം കളിക്കുന്നു. ഇങ്ങനൊരു നാടകം അറേഞ്ച് ചെയ്യാൻ വേണ്ടി അയാൾ അത്ര ചീപ്പാണെന്ന് എനിക്ക് തോന്നുന്നില്ല. ചിലപ്പോൾ നന്ദൻ്റെ ബിസിനസ് മേഖലയിലുള്ള ഏതെങ്കിലും ശത്രുക്കളാണെങ്കിലോ? ഫീൽഡിൽ മറ്റൊരു തരത്തിലും അയാളെ മറികടക്കാൻ പറ്റാത്തതുകൊണ്ട് മാനസികമായി അയാളുടെ വീര്യം കെടുത്താനുള്ള ഒരു ശ്രമം. വല്ലാത്തൊരു തലവിധി എൻ്റെ കുഞ്ഞിൻ്റെ. ജന്മത്തിലേ പഴിച്ചു. പോരാത്തനതാ ഇപ്പം ഇങ്ങനെയും കൂടി. ഒറ്റയ്ക്കിരുന്ന് ആലോചിക്കുമ്പോൾ ഭ്രാന്ത് പിടിക്കും. മനസമാധാനത്തോടൊന്ന് ഉറങ്ങിയിട്ട് എത്ര നാളായെന്നറിയോ? ചിലപ്പോൾ തോന്നും ജോലി റിസൈൻ ചെയ്തിട്ട് എങ്ങോട്ടെങ്കിലും പുറപ്പെട്ട് പോയാലോ എന്ന്. പ്രശ്നങ്ങൾ വരുമ്പോൾ ഓടി വിളിക്കാൻ നിന്നാ പിന്നെ അതിനെ നേരം കാണും. അതുപോട്ടെ, ശ്യാമയുടെ അവസ്ഥ എന്താ? മോനെപ്പറ്റി ഓർത്തവൾ ആകെ വറീടാ. ഒരുതരം ഇപ്പം ഞാൻ പറഞ്ഞതിൽ കാര്യമുണ്ടെന്ന് നിനക്ക് ബോധ്യപ്പെട്ടില്ലേ? ഒരു കണക്കിന് ഇങ്ങനെ സംഭവിച്ചതിൽ ചെറുതായൊന്ന് സന്തോഷിക്കാനും വകയുണ്ട്. ശ്യാമയുടെ മനസ്സ് പൂർണ്ണമായും മോൻ്റെ അടുത്തായാൽ പതിയെ പതിയെ അവൾ അമ്മൂനെ മറക്കാൻ തുടങ്ങും. പക്ഷെ നീ ധൃതി കൂട്ടരുത്. അതിന് പിന്നിൽ ഇങ്ങനൊരു പ്ലാൻ ഉണ്ടെന്നറിഞ്ഞാൽ ശ്യാമയ്ക്ക് ചിലപ്പോൾ അത് ഉൾക്കൊള്ളാനായി എന്ന് വരില്ല. ഞാൻ പറഞ്ഞത് ഓർമ്മയുണ്ടല്ലോ, മോനെ വേണമെന്ന് ആദ്യം ആവശ്യപ്പെടേണ്ടത് ശ്യാമ തന്നെ ആയിരിക്കണം. അതുവരെ നിന്റെ ഭാഗത്തുനിന്ന് വിട്ടുവീഴ്ചകൾ ഉണ്ടായേ പറ്റൂ. ഞാൻ തയ്യാറാ, പക്ഷേ അതുവരെ അമ്മ ക്ഷമിച്ചെന്ന് വരില്ല. തൽക്കാലം ഇപ്പം ആ ഭാഗം നീ ആലോചിക്കാൻ പോണ്ട. അതിനുള്ള ധൈര്യം കാണിക്കാമോ നിനക്ക്? ബാക്കിയൊക്കെ നമുക്ക് വരുന്നിടത്ത് വെച്ച് കാണാം. അവരെ അങ്ങനെ വെറുതെ വിട്ടാ പറ്റില്ല നന്ദേട്ടാ. ഇപ്പം നമ്മൾ നിസ്സാരമാക്കി കളഞ്ഞ ഇനിയും ഇത് ആവർത്തിക്കില്ലെന്ന് എന്താ ഉറപ്പ്? നമുക്കിത് പോലീസിൽ കംപ്ലൈന്റ് ചെയ്യാം. ഭാഗ്യത്തിനൊന്നും സംഭവിച്ചില്ലല്ലോ ജ്യോതി. നന്ദേട്ടൻ എന്താ ഇക്കാര്യത്തിൽ ഒരു താല്പര്യമില്ലാത്ത പോലെ? മോന്റെ കാര്യത്തിലൊന്നും ഒരു ഉപേക്ഷയും വിചാരിക്കാത്ത ആളാണല്ലോ. പിന്നെന്താ ഈ ഒഴിഞ്ഞു മാറ്റം? ഒഴിഞ്ഞു മാറാൻ നോക്കുന്നതല്ല. പോലീസും കേസും ഒക്കെ ആയ അതൊക്കെ എല്ലാവരും അറിയുമല്ലോ എന്ന് കരുതിയ. ഇനി മോന്റെ കാര്യത്തിൽ നമ്മൾ കുറച്ചുകൂടി കെയർഫുൾ ആയേ പറ്റൂ. എത്ര കെയർഫുൾ ആയാലും ഇതേപോലുള്ള അവസരങ്ങൾ ഇനിയും ഉണ്ടായാലോ? നന്ദേട്ടൻ ഉണ്ടായതുകൊണ്ട് ഇന്ന് മോനൊന്നും പറ്റിയില്ല. നാളെ ഞാൻ മാത്രമുള്ളൊരു സമയത്ത് ഇങ്ങനൊരു അറ്റംപ്റ്റ് ഉണ്ടായാലോ? ഒന്നും ഉണ്ടാവില്ല. ആദ്യത്തെ ശ്രമം തന്നെ പാളിയതുകൊണ്ട് ഇനി അവന്മാർ ഇവിടേക്ക് തിരിഞ്ഞു പോലും നോക്കില്ല. ഇത്ര ആത്മവിശ്വാസം പാടില്ല കേട്ടോ, അത് മോന്റെ കാര്യത്തിൽ. കുടുംബിനി പരമ്പര തുടരുന്നു.
ഇതെന്താ എല്ലാരും കൂടി ഒരു മുന്നറിയിപ്പും ഇല്ലാതെ? വാ. ഇങ്ങോട്ടൊന്ന് ഇറങ്ങണമെന്ന് കുറെ കാലമായി കരുതുന്നതാ. ഇവന്റെ സൗകര്യം കൂടി നോക്കണ്ടേ, അതാ ലേറ്റായത്. നന്ദേട്ടൻ സൈറ്റിലോ ഓഫീസിലോ? സൈറ്റിലാവും. മൊബൈലിലൊന്ന് ട്രൈ ചെയ്യായിരുന്നില്ലേ? വേണ്ട, ധൃതിയില്ല. എത്ര ലേറ്റായാലും ഞങ്ങൾ കണ്ടിട്ടേ പോകുന്നുള്ളൂ. ചില പ്രധാന കാര്യങ്ങൾ സംസാരിക്കാനുണ്ടേ. നിങ്ങളിരിക്കെ, ഞാൻ കുടിക്കാനെടുക്കാം. ദേ, നന്ദേട്ടൻ വരുന്നതിന് മുമ്പ് കാര്യങ്ങളുടെ ഒരു ഏകദേശ രൂപം നിങ്ങൾ ജ്യോതിയെ ധരിപ്പിക്കണം. എന്ത് ധരിപ്പിച്ചാലും ഏട്ടത്തി നന്ദേട്ടന് വിട്ട് നിൽക്കുമെന്ന് തോന്നുന്നുണ്ടോ? കാര്യങ്ങൾ പറയാനുള്ളവരോട് നേരിട്ട് പറയുന്നതാ ബുദ്ധി. അത് ഞങ്ങൾക്ക് വിട്ടേക്ക്. ഇന്ന് രണ്ടിലൊന്ന് തീരുമാനിച്ചിട്ടേ നമ്മൾ ഇവിടുന്ന് പോകുന്നുള്ളൂ. ജയന് ഞാൻ പറഞ്ഞതൊക്കെ ഓർമ്മയുണ്ടല്ലോ. ഒരു പരിധി വിട്ട് ഏട്ടനോട് തർക്കിക്കാനും പിണങ്ങാനും എനിക്കാവില്ല. കൂട്ടത്തിൽ നിന്ന് എന്തെങ്കിലും സപ്പോർട്ട് ചെയ്യാന്നല്ലാതെ. ഓ, കൃഷ്ണേട്ടൻ എന്തിനാ ഇങ്ങനെ പേടിക്കുന്നേ? ഏട്ടനോടല്ല, സ്വന്തം അച്ഛനോടായാൽ പോലും പറയാനുള്ളത് മുഖത്ത് നോക്കി പറയാൻ പഠിക്കണം. ദേ, ഒരുമിച്ച് നിന്നാ എല്ലാവർക്കും ഗുണമുള്ള കാര്യമാ. ഏട്ടനാ അച്ഛന്റെ സ്ഥാനമെന്നൊക്കെ സെന്റിമെന്റ്സും കൊണ്ടിരുന്നാലേ കിട്ടുന്ന നക്കാപ്പിച്ച കൊണ്ട് തൃപ്തി അടയേണ്ടി വരും. കാലം കുറച്ചായില്ലേ ഇങ്ങനെ ഓച്ചാനിച്ച് നിൽക്കാൻ തുടങ്ങിയിട്ട്. ഇനി അത് വേണ്ട. നിന്നോടും കൂടിയാ പറഞ്ഞത്. ചെന്ന് നയത്തിലൊരു സൂചന കൊടുത്തേക്ക്. വാ, നമുക്ക് മുകളിലിരിക്കാം. രണ്ടെണ്ണം അകത്തി ചെല്ലുമ്പോ ധൈര്യമൊക്കെ താനെ വന്നോളും. പെങ്ങളെ, 2 ഗ്ലാസും ഇച്ചിരി വെള്ളവും വേണം. സംഗതിയൊക്കെ കൊള്ളാം. ഒടുവിൽ കാണേണ്ട ആള് വരുമ്പോ കാറ്റുപിടിച്ച മരം പോലെ ആവരുത്. ഇല്ലെന്നേ, ഇവനൊരു ധൈര്യം കിട്ടാൻ വേണ്ടി മാത്രമാ. വാടാ. വേഗം പോയിട്ട് വാ. പിന്നെ ഫിഷ് കുറച്ച് കൂടുതൽ വാങ്ങിച്ചോ. കൂട്ടത്തിൽ ചായക്കുള്ളതും കൂടി വാങ്ങിക്കാം. പിന്നെ അതിനായിട്ട് പോകണ്ടല്ലോ. ശരി ശരി, വേഗം വരണം. പെട്ടെന്നുള്ള വരവായതുകൊണ്ട് ബുദ്ധിമുട്ടായോ? സഹായിക്കാൻ ഞങ്ങളും കൂടാ. ഏയ് വേണ്ട, ഒക്കെ ദമയന്തി നോക്കിക്കോളും. ഇതൊന്നും അവിടെ വേണ്ടാന്നേ. അവർക്കുള്ളത് ചേട്ടൻ തന്നെ കൊണ്ടുവന്നിട്ടുണ്ട്. ഗ്ലാസ് മാത്രം മതി. ഞാൻ കൊണ്ട് കൊടുത്തിട്ട് വരാം. ജയേട്ടന് ഏതു നേരം ഇത് കൂടിയേ തീരുന്നുണ്ടോ? ചേച്ചിക്കൊന്ന് ഉപദേശിച്ചൂടെ? എന്ത് പ്രയോജനം ജ്യോതി? കേൾക്കാൻ കൂട്ടാക്കുന്നവരോടല്ലേ ഉപദേശിച്ചിട്ട് ഫലം ഉണ്ടാവൂ. ഇപ്പോ ഞാൻ ആ വക കാര്യങ്ങളിലൊന്നും ഇടപെടാറില്ല. സ്വയം നശിക്കുന്നത് പോട്ടേന്ന് വയ്ക്കാം, മറ്റുള്ളവരെ കൂടി അതിന് പ്രേരിപ്പിക്കുന്ന കാണുമ്പോഴാ സങ്കടം. ജയേട്ടന്റെ കൂടെ കൂടി കൃഷ്ണേട്ടന് തുടങ്ങിയിട്ടുണ്ട് പുതിയ ശീലങ്ങളൊക്കെ. ഉത്സാഹം കണ്ടിട്ട് അശ്വതി അതിന് സപ്പോർട്ടാണെന്ന് തോന്നുന്നു. അവള് വളർന്ന ചുറ്റുപാടതല്ലേ, അതുകൊണ്ടാവും. എന്നുവെച്ച് കൃഷ്ണേട്ടൻ അതിനകത്ത് തുള്ളണമെന്നുണ്ടോ? ആവശ്യമില്ലാത്ത ശീലങ്ങൾ ഉണ്ടാക്കിയെടുത്താ പിന്നെ അതൊന്നും ഒഴിവാക്കാൻ പറ്റാതെ വരും. ജയേട്ടന്റെ കാര്യം കണ്ടില്ലേ? മറ്റുള്ളവരുടെ അനുഭവം കണ്ടെങ്കിലും പഠിച്ചൂടെ? ജ്യോതി, എല്ലാരും ചേർന്നുള്ള ഈ വരവിന് പിന്നിൽ ചില ഉദ്ദേശങ്ങളൊക്കെ ഉണ്ട്. വാ പറയാം. എന്താ മീനുവെടുത്തി പ്രശ്നം? പറയാം. അതിനു മുമ്പ് ഒരു കാര്യം നീ പ്രത്യേകം ശ്രദ്ധിക്കണം. ഞാൻ പറയുന്നത് എന്റെ അഭിപ്രായമോ ആഗ്രഹമാണെന്ന് നീ വിചാരിക്കരുത്. മനസ്സുകൊണ്ട് ഞാൻ എന്നും നന്ദേട്ടന്റെ പക്ഷത്താ. പക്ഷേ മറ്റുള്ളവരുടെ മുന്നിൽ എനിക്കത് പ്രകടിപ്പിക്കാൻ കഴിയില്ല. ചേച്ചി പറയുന്നൊന്നും എനിക്ക് മനസ്സിലാവുന്നില്ല. നന്ദേട്ടനെതിരെ വലിയൊരു പടയൊരുക്കമായിട്ടാ എല്ലാരും എത്തിയിരിക്കുന്നേ. എല്ലാത്തിന്റെ പിന്നിലും ജയേട്ടന്റെ ബുദ്ധിയാ. നന്ദേട്ടന്റെ ബിസിനസ് പാർട്ട്ണർഷിപ്പിൽ നിന്നും ഞങ്ങളെയൊക്കെ ഒഴിവാക്കണമെന്ന് പറയാനാ ഈ വരവ്. ഒഴിവാക്കാനോ? എന്തിന്?
മണിക്കതിർക്കിനാവ് കണ്ടുവോ കുഞ്ഞു നെറ്റിയിൽ കുളിർക്കരങ്ങളാൽ തലോടി നിൽപ്പു ദേവദൂതികൾ കൺമണിക്കിളി പൊന്നിളം കിളി രാരി